ഇന്ന് അടിപൊളി ഒരു ബിരിയാണി ഇതെന്തായാലും ഉണ്ടാക്കി നോക്കൂട്ടോ. ഇത് ഇവിടെ അമ്മച്ചി പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഡജാൻ അമ്മച്ചി പറഞ്ഞു തന്നതാണ് കേട്ടോ. നന്നായിട്ട്, അതായത് കുറേ സാധനങ്ങളൊന്നും വേണ്ട. ഇതുപോലെ പച്ചമുളക്, എരിവിനനുസരിച്ച് പച്ചമുളക്, മുളക് പൊടി ഇതിൽ ആഡ് ചെയ്യണില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള പച്ചമുളക് എത്ര വെച്ച് നിങ്ങൾ എടുക്കുക. ഒണിയൻ കുറേ വേണം. അതായത് ഇപ്പോൾ 2 കിലോ ചിക്കൻ ആണെങ്കിൽ 1 കിലോ സവാള വേണം. അത്ര അധികം സവാളയാണ് ഇതിൻ്റെ മെയിൻ. തക്കാളി, പിന്നെ ഇഞ്ചി, ഇത്രയും പോകുന്നൊരു കഷ്ണം ഇഞ്ചി വേണം. പിന്നെ വെളുത്തുള്ളി വേണം. പിന്നെ നമ്മൾ സാധാരണ ചിക്കനിലേക്ക് വേണ്ടതൊക്കെ കേട്ടോ. അത് ഇതുപോലെ തൊലി കളഞ്ഞ് ഞാൻ വെള്ളമാവാതിരിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ്. സവാള മാറ്റി വെച്ചതാണ്. അപ്പോൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളികൾ അരയ്ക്കുക. ജസ്റ്റ് ഇങ്ങനെ അരയ്ക്കാന്ന് പറഞ്ഞാൽ പേസ്റ്റ് ആക്കരുതേ, ഇങ്ങനെ ഒരു ക്രഷ് ചെയ്തിടുക. പക്ഷെ എനിക്ക് ഇതെന്തുണ്ടായെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇതിൽ കാണുമെന്ന് അറിയില്ല. ഞാൻ അരച്ചു വരുമ്പോഴത്തേക്കും അത് മിക്സി ഇതാവണില്ല, വർക്കാവണില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇടിക്കല്ലിൽ വെച്ച് ഇടിക്കേണ്ടി വന്നു. നിങ്ങൾ മിക്സിയിലാണെന്ന് വെച്ചാൽ മിക്സിയിൽ നല്ലപോലെ ചതച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ചതച്ചെടുത്തതിന് ശേഷം അതിന് മുൻപ് അരി കഴുകണം. അരി കുറേ പ്രാവശ്യം വേണം. എൻ്റെ കയ്യിൽ ഒരു കയ്യിൽ സെയിനാണ്, അതുകൊണ്ടാണ് ഞാൻ ഒറ്റ കൈ വെച്ച് കഴുകണേ. 2 കൈ വെച്ചാണ് അരി കഴുകാന്ന് അറിയാണ്ടല്ല, പക്ഷെ പറ്റണില്ല. ഒരു കയ്യിൽ മോനുണ്ടായിരുന്നു. അപ്പോൾ ആ കൈ വെച്ചിട്ട് ഇതുപോലെ കഴുകി, അതായത് ആ കളറ് മാറണം. വെള്ളം നല്ല വെളുത്ത കളറിൽ വരുമ്പോൾ അത് കറക്റ്റാണ്. അല്ലാന്നുണ്ടെങ്കിൽ അതുമ്മ ഒരു അരിയുടെ ടേസ്റ്റും സ്മെല്ലും വേറൊരു ഇത് വരും. അപ്പം അങ്ങനെ നോക്കിയിട്ട് അരി നല്ലപോലെ കഴുകിയിട്ട് ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ കുതിരാനായിട്ട് വെക്കുക കേട്ടോ. അത് കുതിരാൻ വെച്ചതിന് ശേഷം വേണം ബാക്കി ഇപ്പുറത്ത് നമുക്ക് ചിക്കൻ്റെ പണികൾ ചെയ്യാം. അപ്പം അത് കഴുകി വെക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്ത് വെച്ചത്. പിന്നെ സവാള അരിഞ്ഞു വെച്ചു. സവാള അരിഞ്ഞു വെച്ചതിന് ശേഷമാണ് ബാലൻസ് കാര്യങ്ങൾ ചെയ്തത്. പിന്നെ നെയ്യ് ഒഴിച്ചു. കുക്കറിലാണെന്ന് വെച്ചത്. കുക്കറിൽ വെച്ച് പറഞ്ഞാൽ അടച്ചു വെച്ചിട്ടല്ല, പക്ഷെ ചുമ്മാ നമ്മൾ കുക്കറിൽ വെക്കണ പോലെ തന്നെ വെച്ചു. കുക്കറിൽ നെയ്യ് ഒഴിച്ചു. പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു. അതിന് ശേഷമാണ് പിന്നെ അതിൽ പട്ട, കരയാമ്പൂ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് നമ്മൾ സാധാരണ പോലെ അരി എങ്ങനെയാണോ ബിരിയാണി അരി വേവിക്കണേ അതിന് പിന്നെ ബിരിയാണി അരി ഒന്ന് വറക്കണം കേട്ടോ. അത് ഇതിൽ കാണിച്ചിട്ടില്ലേ. ബിരിയാണി അരി വറുത്താൽ പിന്നെ ടേസ്റ്റും കൂടും. പിന്നെ തന്നെയല്ല, നമുക്ക് വേഗം കുറേ നാളേക്കൊന്നും കേടാവാതിരിക്കും. നല്ലപോലെ ഫ്രഷ് ആയിട്ടിരിക്കും. വറുത്ത ബിരിയാണി പിറ്റേ ദിവസം തിന്നാനാണ് ഇപ്പോഴും ടേസ്റ്റ്. അവിടെ ചേർത്ത് അമ്മ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഉണ്ടാവുമോ നോക്കിയിരിക്കും. അത്രയും ടേസ്റ്റുള്ള ഒരു ബിരിയാണി കേട്ടോ. കുറേ മസാലകളുടെ മണങ്ങളൊന്നുമില്ല. നമുക്കൊരു സ്വാദറിഞ്ഞ്, അതായത് ആസ്വദിച്ച് കഴിക്കാൻ പറ്റും. ഓൾ മസാല ഇട്ടിട്ട് പൊട്ടിച്ചതിന് ശേഷം വേണം നമ്മൾ സാധാരണ ബിരിയാണി വയ്ക്കണം പോലെ ബിരിയാണി അരി വേവിച്ചെടുക്കില്ലേ, അതുപോലെ ഒരു കപ്പിന് 1.25 കപ്പ് വെള്ളമാണ്. എനിക്ക് 2 കപ്പോളം ഒഴിക്കേണ്ടി വരാറുണ്ട്. ഈ പാത്രം കൊണ്ടാണ് എടുത്തത്, അതുകൊണ്ട് തന്നെ 2 പാത്രം വെള്ളം ഒഴിച്ചു കേട്ടാ. 1 കിലോ അരിക്കാണ് ഇപ്പോൾ വെക്കണത്. 1 കിലോ അരി 2.5 കിലോ ചിക്കൻ, അങ്ങനെയാണ് കണക്ക് വന്നത് ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ അത് വെച്ചതിന് ശേഷം അത് തിളക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ആ സമയം കൊണ്ട് ചിക്കൻ കഴുകുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പുറത്ത് നടക്കൂട്ടാ. അപ്പോൾ ഒരു കയ്യിൽ സെയിനാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ക്യാമറ എടുത്ത് നടക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു മൊബൈൽ അവിടെ വെച്ച് സ്റ്റാൻഡും വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ വെക്കാനേ പറ്റുള്ളൂ. അപ്പം അത് വെച്ചതിന് ശേഷം ഇനി അത് തിളയ്ക്കുമ്പോൾ അതിൻ്റെ ഉപ്പ് കാര്യങ്ങളൊക്കെ അപ്പം തന്നെ നോക്കണം കേട്ടോ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പും ഇതൊന്നും നമ്മൾ നോക്കാണ്ട് അരി ഇടരുത്. ഉപ്പ് ഇത്തിരി മുന്നിൽ നിൽക്കണം വെള്ളത്തിൽ. അപ്പോഴാണത് ചോറിലോട്ട് പിടിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് വരിക. കുറവായിട്ട് നിൽക്കരുത്. ചെറുനാരങ്ങ നീര് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ചെറുനാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുക. അത് എന്തിനാണെന്ന് വെച്ചാൽ അരികൾ തമ്മിൽ ഒട്ടാതിരിക്കാനാണ്. ഇത് ഒഴിച്ചില്ലെങ്കിൽ തന്നെ അരി ഒട്ടാറൊന്നുമില്ല. എങ്കിലും അതങ്ങനെ ചെയ്യണം കണ്ടിട്ടുണ്ട്. അപ്പം നമ്മളും ചെയ്യണമെന്ന് മാത്രം. പിഴിഞ്ഞു വെച്ചാലും മതി. ഇതിപ്പോൾ എനിക്ക് ഒന്നിനും പറ്റണില്ല. ഒരു കയ്യിൽ കുഞ്ഞായതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പുറത്ത് അവൻ്റെ കുറുക്കി വെച്ചിരിക്കുകയാണ്. അതൊന്നും അറിയിട്ട് വേണം അവന് കൊടുക്കാൻ. അവനെ കുളിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവനെ കുളിപ്പിക്കാനേക്കാളും മുന്നേ കുറുക്കി വയ്ക്കും ഞാൻ. അപ്പം ഇപ്പുറത്ത് അത് ഒരു കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റണില്ല. അരി അതിൻ്റെ ഉള്ളിൽ പറ്റിപ്പിടിച്ചു. അപ്പോൾ അതിങ്ങനെ ഒരു സൈഡിൽ കൂടെ അവനെ എടുത്തതുകൊണ്ട് അത് ചെയ്ത് കഴിയുമ്പോൾ അവൻ ഇപ്പോഴാണെങ്കിൽ എല്ലാം പിടിച്ചു വലിക്കണ പ്രായമായി തുടങ്ങി. 6 മാസമായില്ലേ. അപ്പോൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ, കാരണം ചൂടല്ലേ. അടുപ്പത്തൊക്കെ നിൽക്കുമ്പോൾ നോക്കിയും കണ്ട് ചെയ്യണം. അപ്പോൾ അത് ഇട്ട് കേട്ടോ. എന്നിട്ട് നമ്മളത് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അത് ചൂടായി കഴിയുമ്പോൾ അത് വറ്റി കഴിയുമ്പോൾ കഴിഞ്ഞു. പിന്നെ ചോറ് പകർത്തി വയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ദമ്മിടാൻ നേരത്ത് മാത്രമേ ചോറിൻ്റെ ആവശ്യം വരുന്നുള്ളൂ കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഉപ്പ് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് വേണം വെക്കാനായിട്ട്. ഇതിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടിയും പച്ചമുളകുമാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കേണ്ടത്. അല്ലാണ്ട് ചുവപ്പ് കളറല്ല ഈ ബിരിയാണി. ഒരു മഞ്ഞയും പച്ചയും കലർന്ന ഒരു കളറിലാണ് ഈ ബിരിയാണി ഇരിക്കുക. ഇനി നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ച് അതിൽ സവാള, ഇഞ്ചി, പച്ചമുളക്, തക്കാളി ഓരോ സ്റ്റെപ്പായിട്ട് ഇടുക. ആദ്യം സവാള ഇടുക, പിന്നെ ഇഞ്ചി പച്ചമുളക് ഇടുക, പിന്നെ അതിൻ്റെ മുകളിൽ തക്കാളി ഇടുക, പിന്നെ കുറച്ചധികം മല്ലിയില ഇടുക, പിന്നെ കഴുകി വാരി വെച്ചിട്ടുള്ള ചിക്കൻ ഇടുക,
ചിക്കൻ്റെ മുകളിൽ മഞ്ഞൾപ്പൊടി ഇടുക, ഉപ്പിടുക, അടച്ചു വയ്ക്കുക. പിന്നെ നമ്മൾ ഒന്നും ചെയ്യണില്ല. അതിൽ അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടിയിട്ട് നിങ്ങൾക്ക് കുതിർത്ത് അരച്ച് വയ്ക്കുക. അരച്ചിടുക, ഒഴിക്കാൻ നല്ലതാണ്. ഞാനത് കുതിർക്കാൻ മറന്നത് കൊണ്ട് അരച്ചിട്ടില്ല. അല്ലെങ്കിൽ അതും കൂടി അരച്ചിട്ടാൽ നമുക്ക് കുറച്ചും കൂടി കട്ടി കിട്ടും. ഞങ്ങളുടെ ഈ ഒരു കറിക്ക് കുറച്ചും കൂടി ഇങ്ങനെ തിക്ക് കൺസിസ്റ്റൻസി വരും. എന്നിട്ട് ഇനി എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കുക്കറിൽ നിന്ന് ചോറ് പകർത്തിയിട്ടുണ്ടായിരുന്നു. ആ കുക്കറിലേക്ക് തന്നെ കുറച്ചും കൂടിയും ഓയിൽ ഒഴിച്ചു, നെയ്യ് ഒഴിച്ചു. അത് കഴിഞ്ഞ ശേഷം ഒരു തക്കാളി ഇങ്ങനെ മുറിച്ച് വെക്കാനായിട്ട് അമ്മ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അതായത് അത് അടി പിടിക്കില്ല എന്നാണ് പറയണത്. അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യണതാണെന്ന്. വെറുതെ വട്ടത്തിൽ മുറിക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ചിക്കൻ്റെ ആ സ്റ്റോക്ക് ഉണ്ടല്ലോ നമ്മൾ കറി വെച്ചപ്പോൾ കിട്ടിയത്, അത് ഒഴിക്കുക. അതിന് ശേഷം അതിലേക്ക് അരിയിട്ടതിന് ശേഷം വേണം അതിൻ്റെ മുകളിൽ ചിക്കൻ ഇടുക. അങ്ങനെ നമ്മൾ അടക്കടക്കായിട്ട് നമ്മൾ ദമ്മിടില്ലേ, അത് സെയിം തന്നെ അങ്ങനെ ദമ്മിടാനായിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഈ പറഞ്ഞ പോലെ തിളച്ച സാധനത്തിൻ്റെ ഉള്ളിലേക്ക് ചൂടുള്ളത് വീണ്ടും ഒഴിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്നിട്ട് ഈ ചോറ് അടുപ്പത്ത് നമ്മൾ സാധാരണ പോലെ അടക്കടക്കായിട്ട് ഇടുക. എന്നിട്ട് ലാസ്റ്റ് നിങ്ങൾക്ക് സവാള വേണമെങ്കിൽ സവാള വറുത്തിടാം. പിന്നെ മുന്തിരിയും അണ്ടിപ്പരിപ്പ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇടേണ്ട നേരത്തുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾ ഒക്കെ ഇടാം. വറവ് സാധനങ്ങളൊക്കെ ആ സമയത്ത് ഇടാം കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഈ സ്മെല്ലിന് വേണ്ടിയിട്ട് നമ്മൾ തൂവി കൊടുക്കുന്നത് പൈനാപ്പിൾ എസൻസ് ഒഴിച്ചാൽ കുഴപ്പമില്ല. ഞങ്ങളത് ഒഴിക്കാറില്ല. പകരം ഏലക്കായയും കറുവപ്പട്ടയും കൂടി നല്ല പോലെ പൊടിക്കുക. എന്നിട്ട് അതൊരു നുള്ളു പോലെ ഇങ്ങനെ ഇടയിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. എന്നിട്ട് ദം ഒഴിക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ നെയ്യ് ഒഴിച്ചതിന് ശേഷം അത് ഈ പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെക്കുക. മല്ലിയില വേണമെങ്കിൽ മല്ലിയില ഇടാം കേട്ടോ. കുറേ മല്ലിയില വന്നാൽ അവിടെ കുട്ടികൾക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ കുറേ മല്ലിയില ഇടാത്തത്. അല്ലാന്നുണ്ടെങ്കിൽ അത് നല്ല ഇതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ബിരിയാണിയാണ് കേട്ടോ.